ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 9 ശ്ലോകം 21. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാ ഗതാ കഥം കാമകാമാ ലഭന്തെ. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാ ഗതാ കഥം കാമകാമാ ലഭന്തെ. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാ ഗതാ കഥം കാമകാമാ ലഭന്തെ. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാ ഗതാ കഥം കാമകാമാ ലഭന്തെ. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാ ഗതാ കഥം കാമകാമാ ലഭന്തെ. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാ ഗതാ കഥം കാമകാമാ ലഭന്തെ. ഹരേ കൃഷ്ണ. പ്രധാന പദാർത്ഥം തേ അവർ, വിശാലമായ, തം സ്വർഗലോകം
ആ സ്വർഗലോകത്തെ ഭുജിച്ചിട്ട് അനുഭവിച്ചിട്ട് പുണ്യേ ക്ഷീണേ പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തെ വിശന്തി പ്രാപിക്കുന്നു. ഏവം ഇപ്രകാരം ത്രയീധർമ്മം വേദത്രയധർമ്മത്തെ അനുപ്രപന്ന അനുസരിക്കുന്നവരായ കാമകാമന്മാർക്ക് ഭോഗേച്ഛകൾക്ക് ഗതാഗതം ജനന മരണങ്ങളെ പോക്കും വരവും ലഭന്ധേ ലഭിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി. വിവർത്തനം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഭാവാർത്ഥം: ഉന്നത ഗ്രഹങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നവർക്ക് ദീർഘജീവിതം ആസ്വദിക്കുന്നതോടൊപ്പം ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള നല്ല സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു. പക്ഷേ അവിടെ ചിരകാലം അവർക്ക് താമസിക്കാൻ സാധിക്കുകയില്ല. പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നു. വേദാന്ത സൂത്രം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ജന്മാദ്യസ്യ യതഃ പൂർണ്ണജ്ഞാനം നേടിയിട്ടില്ലാത്ത അഥവാ എല്ലാറ്റിനും കാരണഭൂതനായ കൃഷ്ണനെ അറിയാത്തവർക്ക് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം പ്രാപിക്കുന്നതിൽ പരാജയമാണ് അനുഭവം. ഉപരിലോകങ്ങളിലേക്കുള്ള പ്രയാണവും വീണ്ടും ഭൂലോകവാസവും അവർക്കൊരു പതിവായിത്തീരുന്നു. താണും പൊങ്ങിയും കൊണ്ട് ഈ ചക്രത്തിരിച്ചിൽ തുടർന്നു പോരും. താഴോട്ട് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ആത്മീയ ലോകത്തിലേക്ക് ഉയരുന്നതിന് പകരം മേലും കീഴുമായുള്ള ഗ്രഹവ്യൂഹങ്ങളിലൂടെ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്നയാണവർ. സച്ചിദാനന്ദാത്മകമായൊരു ശാശ്വത ജീവിതം അനുഭവിക്കാനും പിന്നീട് ഒരിക്കലും ക്ലേശപൂരിതമായ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരാതെ കഴിക്കാനും വേണ്ടി ആധ്യാത്മിക ലോകം തേടുകയാണ് ഏവരും ചെയ്യേണ്ടത്. വിവർത്തനം എല്ലാവരും ഏറ്റുപറയുക. ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഓമജ്ഞാനതിഭ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേഷ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുരേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ. ഈ 9ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് രാജവിദ്യ രാജഗുഹ്യ യോഗമാണ്. അതിൽ നമ്മളിപ്പോൾ 9ാമത്തെ അധ്യായത്തിലെ 20ഉം 21ഉം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നത് സ്വർഗ്ഗലോകത്തേക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത ഈ ചാപ്റ്റർ ഒരു ട്രാവൽ ഗൈഡാണ്. നമ്മൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ട്രാവൽ ഗൈഡിനെ അപ്രോച്ച് ചെയ്യാറുണ്ട് അല്ലേ? കാനഡയിൽ പോകണം, റഷ്യയിൽ പോകണം, അമേരിക്കയിൽ പോകണം. ഉടനെ കാനഡ, റഷ്യയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഉടനെ പോകാൻ പറ്റുമോ? നമ്മൾ ഉടനെ ട്രാവൽ ഗൈഡ് കാണും, അവരെ കണ്ട് സംസാരിക്കുക, എങ്ങനെ പോകേണ്ടതെന്നൊക്കെ അന്വേഷിക്കുക എന്ന് പറയുന്ന പോലെ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഈ അധ്യായം പ്രത്യേകിച്ച് ഒരു ട്രാവൽ ഗൈഡാണ് ഫോർ എ ജെന്യൂൺ പേഴ്സൺ. അപ്പോൾ അതിൽ ഈ 20ഉം 21ഉം ശ്ലോകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സ്വർഗത്തിലേക്ക് എങ്ങനെ പോകണം എന്നതിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ എങ്ങനെ പോകാം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഈ 20ഉം 21ഉം ശ്ലോകം. കഴിഞ്ഞ ക്ലാസ്സിൽ 20ാമത്തെ അധ്യായത്തിൽ പ്രത്യേകം പറയുന്നു ത്രിവേദികൾ, ദ്വിവേദികൾ, ചതുർവേദികൾ, ഇവരൊക്കെ വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ട് അവരെല്ലാം പോകുന്നത് കർമ്മകാണ്ഡ എന്ന സെക്ഷനിലൂടെ അവർ ആക്ച്വലി പോകുന്നത് സ്വർഗീയ ലോകങ്ങളിലേക്കാണ്. അപ്പോൾ സ്വർഗ്ഗലോകത്തിൽ പോയി കഴിഞ്ഞാൽ പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. അതാണ് ഈ ശ്ലോകത്തിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്താണ്? നമ്മൾ തിരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. തേ ഭൂംത്വ സ്വർഗ്ഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ക്ഷീണേ പുണ്യേ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ പുണ്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മൾ വരേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ ഇത്ര $, നമ്മൾ ആൾറെഡി നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ടെന്നുണ്ട്. എങ്കിൽ മാത്രമേ അവർ എൻട്രി ചെയ്യുള്ളൂ അമേരിക്കയിലേക്ക്. അല്ലാതെ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് കൊണ്ടുപോയാൽ അവിടെ കടത്തില്ല. ഒരു മിനിമം ഒരു $500 അല്ലെങ്കിൽ $2000 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ എയർപോർട്ടിൽ കയറി ആ രാജ്യത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലാണെങ്കിലും ശരി, റഷ്യയിലാണെങ്കിലും ശരി, ഏത് രാജ്യത്ത് പോകുകയാണെങ്കിലും അതാത് കൺട്രീസിൻ്റെ നാണയം അല്ലെങ്കിൽ രൂപ അല്ലെങ്കിൽ അതിൻ്റെ കറൻസി നമ്മുടെ കയ്യിൽ കുറച്ച് കരുതിയിരിക്കണമെന്നുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റൂ. കൂടാതെ അവിടെ സ്പോൺസറും വേണം, അത് വേറെ വശം. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ആ ഒരു രൂപ കൊണ്ടുപോകുന്ന തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ബാക്ക് ടു ഇന്ത്യ. അവിടെ പിന്നെ നമുക്ക് രക്ഷയില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നമ്മുടെ കയ്യിലുള്ള പുണ്യകർമ്മങ്ങളെല്ലാം തീരുന്ന സമയത്ത് വീണ്ടും നമ്മൾ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ച് വരേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ പുണ്യകർമ്മങ്ങളുടെയൊക്കെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ പുണ്യഫലങ്ങൾ നമ്മളെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾ തീരുന്നില്ല. വീണ്ടും നമ്മൾ ഭൂമിയിൽ ജനിച്ച് വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് അത് ചിലപ്പോൾ നല്ല കർമ്മങ്ങളാകാം അല്ലെങ്കിൽ ചീത്ത കർമ്മങ്ങളാകാം, വീണ്ടും ഭൂമിയിൽ ജനിച്ച് മതിയാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു, പിന്നെ വീണ്ടും അവർ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും പരിശ്രമിക്കുകയെന്ന് വെച്ചാൽ വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് പുണ്യകർമ്മങ്ങൾ വീണ്ടും ചെയ്ത് പിന്നെ വീണ്ടും നമ്മുടെ സുഖഭോഗ ലക്ഷ്യങ്ങൾക്കായിട്ട് വീണ്ടും നമ്മൾ ധനം സമ്പാദിച്ച് വീണ്ടും നമ്മൾ ഇതുപോലെ യാത്ര. അപ്പോൾ അതിനിവിടെ പ്രഭാതൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. താണും പൊങ്ങിയും കൊണ്ട് ഈ ചക്രത്തിരിച്ചിൽ തുടർന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. ചക്രത്തിരിച്ചിൽ അതായത് നമുക്ക് സർക്കസുകളിലെ കാണാറില്ലേ, ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ പോയി ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരും, വീണ്ടും തിരിഞ്ഞിങ്ങനെ മുകളിൽ പോവും, ഇങ്ങനെ വീണ്ടും തിരിഞ്ഞ് വരും. അങ്ങനെ ഒരു ചക്രമില്ല. അതിനെന്താ പറയുക? അല്ല, ഇംഗ്ലീഷിൽ വേറെ എന്താ പറയും? അല്ലല്ല, ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു വേർഡുണ്ട്, ഞാൻ നോക്കട്ടെ. വീൽസ്, എന്തോ ഒരു വീൽസ് അതിന് പറയാം. എന്താണത്? ജയൻറ്റ് വീൽ അല്ല, ഇതിൽ വേറെന്തോ പേരാണ് പ്രഭാത് പറയുന്നത് സ്പെസിഫിക്കായിട്ട്. അത് നല്ല ഇതാണ്. പെരിഫറൽ എന്താണ്? പെരിഫറൽ എന്താണ്? ഫെരീസ് വീൽ. യെസ്, ഫെരീസ് വീൽ അത് തന്നെയാണ്. ഫെരീസ് വീൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, സർക്കസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പൊതുവേ ഇങ്ങനെ ഒരു സർക്കിളായിട്ടുണ്ടാകും. അതിൽ ഓരോരോ ലെവലിലൊക്കെ ആൾക്കാർ ഇരുത്തിയിട്ട് ഇങ്ങനെ ചക്രം തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മുകളിൽ പോയി വീണ്ടും തിരിച്ച് തന്നെ വീണ്ടും മുകളിൽ വരും. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും ഈ ഭൗതിക ലോകത്തിലിരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ നിന്ന് സ്വർഗീയ ലോകത്തേക്ക് പോകുന്നു, പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു, പിന്നെ വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് തന്നെ ഫെറിസ് വീൽ പോലെ അല്ലെങ്കിൽ ചക്ര തിരിച്ചൽ, ഇത് പൊങ്ങിയും താണും പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ
ഇതെങ്ങനെ നിർത്താം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ. അത് കൂടുതലും ഭക്തന്മാർക്കുള്ളതാണ്. കാരണം അവർ കൂടുതലും ഭക്തന്മാർ ഭഗവാന്റെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനിൽ വരുന്നു എന്നുള്ളത്, അനന്യ ഭക്തന്മാർ. അപ്പോൾ മറ്റ് കർമ്മികളായിക്കോട്ടെ, ജ്ഞാനികളായിക്കോട്ടെ, ഭോഗികളായിക്കോട്ടെ, യോഗികളായിക്കോട്ടെ, ഇവർക്കെല്ലാം തന്നെ ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ ഗൈഡ് ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും അവരെല്ലാം തിരിച്ച് വീണ്ടും വരും ഈ ഭൂമിലോകത്തെന്നാണ് പറയുന്നത്. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാർ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള ലോകത്ത് പോകണോ അതോ വീണ്ടും പോയി തിരിച്ച് വരുന്ന ലോകത്തേക്ക് പോകണോ എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. ആർക്കൊക്കെയാണ് തിരിച്ച് വരണം എന്നുള്ളവർ വീണ്ടും പോയാൽ? ആർക്കുമില്ല. അതെ, ആദ്യം പോയാലേ തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ പോകാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ്. ആദ്യം പോണല്ലോ, ആർക്കും തിരിച്ചു വരണ്ട. അതന്നെ അതിനെപ്പറ്റി ഒരു കഥ ഞാൻ പറയാം. അതായത് ആർക്കും തിരിച്ചു വരണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഥ ഞാൻ പറയാം. അതായത് ഒരു നിരീശ്വരവാദി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈശ്വരന് വിശ്വാസമില്ലാത്തതാണ്. അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ പാപകർമ്മങ്ങളായിരിക്കും. അപ്പോൾ ഈ നിരീശ്വരവാദി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ചെയ്തിരിക്കുന്നത് എല്ലാം പാപകർമ്മങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പാപകർമ്മങ്ങൾ ചെയ്തിരുന്ന സമയത്ത് അവസാനം മരിക്കാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോധോദയം ഉണ്ടായി, എന്താ ഞാൻ ഇത്രമാത്രം സഫറാകുന്നത്. അപ്പോൾ ഒരു സാധുവിനെ കാണാം, എന്തോ എൻ്റെ ഒരു ഡിവോട്ടിയെ കാണാൻ പോവാണ്, ഒരു സാധുവിനെ കാണാൻ പോവാണ്. സാധുവിൻ്റെ അടുത്ത് പോയപ്പോൾ സാധുവിൻ്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹം എല്ലാ കാര്യം പറഞ്ഞു, ഇതാണ് എനിക്ക് വല്ലാത്ത വിഷമമായിരിക്കുകയാണ്, വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പരിഹാരം അങ്ങ് പറഞ്ഞു തന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിവോട്ടി പറഞ്ഞു, ശാസ്ത്രത്തിനനുസരിച്ചിട്ട് ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും വലിയവൻ, ഈശ്വര പരമഃ കൃഷ്ണഃ സച്ചിത് ആനന്ദ വിഗ്രഹ അനാദിർ ഗോവിന്ദ സർവകാരണ കാരണം, എല്ലാ കാരണത്തിൻ്റെയും കാരണക്കാരൻ ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തെ വർഷിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളും ശ്രീകൃഷ്ണൻ നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നോളൂ, എനിക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ പറയുമോ പറഞ്ഞു. ഞാൻ വിശ്വാസിയല്ല, ഞാൻ നിരീശ്വരവാദിയാണ്, ഈശ്വര വിശ്വാസം എനിക്കില്ല തീരെ. അപ്പോൾ എങ്ങനെ ഞാൻ കൃഷ്ണനെ ഭജിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ വീണ്ടും പറഞ്ഞു, അല്ല ഇത് കലിയുഗമാണ്, പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഭഗവാനും ഭഗവാന്റെ നാമത്തിന് മാത്രമേ ഏറ്റവും പ്രസക്തിയുള്ളൂ, അറ്റ്ലീസ്റ്റ് നാമമെങ്കിലും നിങ്ങൾ ഉച്ചരിക്കൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു. ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസി എന്ത് ചെയ്തു, എന്തായാലും അല്ലെങ്കിൽ ഈ സാധു എന്ത് വിചാരിച്ചു, എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇദ്ദേഹത്തിനെ ഒരു വിശ്വാസിയാക്കണം, ദൈവവിശ്വാസിയാക്കണം, അല്ലെങ്കിൽ കൃഷ്ണഭക്തനാക്കണം എന്നതിട്ട് കുറേ നേരം ആലോചിച്ചിരുന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു, ശരി എന്ന് വേണ്ട, നീ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനെ പറ്റി നീ പറഞ്ഞാൽ മതി പറഞ്ഞു. എന്താ പറഞ്ഞപ്പോൾ ഹരി മിർച്ചി എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. അതായത് പച്ച മുളക് എന്നാണ് ഹിന്ദിയിൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം, മലയാളത്തിൽ. അപ്പോൾ ഹരി മിർച്ചി എന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുഴപ്പമില്ലല്ലോ, ഞാൻ എപ്പോഴും കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഹരി മിർച്ചി കഴിക്കാറുണ്ട്, കുഴപ്പമില്ല, ഹരി മിർച്ചി പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം പറയാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു ട്രിക്ക് ആ സാധു എടുത്തതാണ്. ഒരു ഡിവോട്ടി ആയതുകൊണ്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും ഇവനെ ഭഗവാന്റെ അരികിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു ട്രിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ നിരീശ്വരവാദി ഹരി മിർച്ചി എന്ന് പറഞ്ഞ് തന്നെ അദ്ദേഹം അവസാനം ദേഹത്യാഗം ചെയ്തു. ദേഹത്യാഗം ചെയ്ത സമയത്ത് യമരാജൻ ചിത്രഗുപ്തനോട് ചോദിക്കുകയാണ്, ചിത്രഗുപ്തനോട് ചോദിക്കുകയാണ്, ഈ വന്നിരിക്കുന്ന ആളിൻ്റെ എന്തൊക്കെയാണ് എടുക്കും ഫൈറ്റി ലിസ്റ്റ്, ഫയസ് കർമ്മ ആൻഡ് ബാഡ് കർമ്മ. നോക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല കർമ്മം ചെയ്തിട്ടില്ല, എല്ലാം തന്നെ പാപകർമ്മങ്ങളാണ് എന്ന് പറഞ്ഞു. ആഹാ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം യമരാജൻ പോയിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കും, നിങ്ങൾക്ക് പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കണോ അതോ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പാപകർമ്മങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ നോക്കുമ്പോൾ പാപകർമ്മങ്ങളെക്കാളും വലിയൊരു കർമ്മം അദ്ദേഹം പുണ്യകർമ്മം അറിയാതെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാം, യമരാജൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എനിക്കായിരിക്കും പണിഷ്മെൻറ്റ് കിട്ടുക, എൻ്റെ ബോസ് കൃഷ്ണഭഗവാൻ അല്ലെങ്കിൽ എന്നെ ചീത്ത പറയും അല്ലെങ്കിൽ വഴക്ക് പറയുന്നതായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്ത് അറിയും, നേരെ ബ്രഹ്മാവിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. ബ്രഹ്മാവിൻ്റെ അടുത്ത് കൂട്ടിപ്പോയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ ചാർട്ട് ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിൻ്റെ പാപകർമ്മങ്ങൾ ഇത്രയാണ്, പുണ്യകർമ്മങ്ങൾ ഇത്രയേ ഉള്ളൂ, പക്ഷേ അതിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ ഇതാണ് അദ്ദേഹത്തിന് യോഗ്യത എന്ന് പറഞ്ഞു. യമരാജൻ ബ്രഹ്മൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രഹ്മാവ് പറഞ്ഞു, ഈ തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ല, നിങ്ങൾ നേരെ ശിവൻ്റെ അടുത്തേക്ക് വിട്ടോളൂ പറഞ്ഞു. നേരെ ഈ ആത്മാവിനെ കൂട്ടിയിട്ട് ശിവൻ്റെ അടുത്തേക്ക് പോയി. ശിവൻ്റെ അടുത്ത് പോയപ്പോൾ പരമശിവനും പറഞ്ഞു, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിന് എല്ലാം കാരണക്കാരനായ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നേരെ ഇവരെല്ലാവരും പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൃഷ്ണൻ കാര്യം പിടികിട്ടി, ഇവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഉടനെ ഭഗവാനോട് തന്നെ പറഞ്ഞു, അങ്ങനെ എന്തായാലും തീരുമാനം എടുത്തോളൂ, ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണബാബു പറഞ്ഞു, ഓക്കെ, ഇദ്ദേഹം ഹരി 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 എന്ന് എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ മിർച്ചിയും കൊണ്ട് സ്ഥലം വിട്ടോളൂ പറഞ്ഞു. അങ്ങനെ മിർച്ചിയും കൊണ്ട് ബ്രഹ്മാവും ശിവനും ബാക്കിയുള്ളവരെ സ്ഥലം വിട്ടു. ഹരി ഹരി എന്ന് പറഞ്ഞ് ആത്മാവ് ഭഗവാന്റെ കൂടെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ എതീസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവിടെ ഭഗവാന്റെ അടുത്ത് എത്തിയപ്പോൾ ആ ഹരി എന്നുള്ള വാക്കിനായിരുന്നു പ്രസക്തി. അതുകൊണ്ട് നമ്മൾ കർമ്മികളാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തവരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും സുഹൃതി കൊണ്ട് എന്തെങ്കിലും ഭഗവാന്റെ നാമം എന്തെങ്കിലും ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഫലം നമുക്കുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അത് ഭഗവാൻ ഓർത്തെടുക്കുന്ന കാലം. അപ്പോൾ ഇത് ഒരു നിരീശ്വരവാദിയുടെ കഥയാണെങ്കിൽ, അല്ലെങ്കിൽ കർമ്മികളാണെങ്കിൽ സ്വർഗ്ഗലോകത്ത് പോയിട്ട് നേരെ തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരുന്നവരാണെങ്കിൽ, ഭക്തന്മാർ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ പ്രേമത്തോടെ ഭഗവാൻ സേവയും ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നവർക്ക് എവിടെയായിരിക്കും സ്ഥാനം? ഗോലോക വൃന്ദാവനം. ഗോലോക വൃന്ദാവൻ കി ശ്രീല പ്രഭുപാദ് കി. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണൻ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അതുകൊണ്ടോ പറയുന്നത്, അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അപ്പോൾ ഈ 20ഉം 21 ശ്ലോകം പൊതുവേ നമുക്ക് ഭഗവാന്റെ ഭക്തനായിരിക്കുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റ് ഡെമിഗോഡ് അല്ലെങ്കിൽ ദേവീ ദേവന്മാരുടെയൊക്കെ വർഷിപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ അവിടെ ആ സ്വർഗ്ഗലോകത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ പുണ്യകർമ്മങ്ങൾ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ തിരിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. പിന്നെ അങ്ങനെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന വ്യക്തികൾ അവർക്ക് ഭഗവാന്റെ അരികിലേക്ക് പോകുമ്പോൾ മാത്രമേ അവരുടെ ഈ ചക്ര തിരിച്ചൽ നിൽക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലർക്കും ഇതിനെ പറ്റിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള, അതുകൊണ്ട് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് ഈ അദ്ദേഹത്തിന് പേരും കൊടുത്തു. വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ളതാണ്, വളരെ മോസ്റ്റ് കോൺഫിഡൻഷ്യലായിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ വീണ്ടും പഴയ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ട്രാവൽ ഗൈഡാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഡെസ്റ്റിനേഷൻ ഗൈഡ്, എങ്ങനെയാണ്, എവിടേക്കാണ്, എപ്പോഴാണ്, എന്തിലൂടെയാണ്, എന്ത് മാർഗ്ഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എടുക്കുന്ന പ്രിപ്പറേഷൻ, നമ്മൾ ഈ ശരീരത്തിലിരുന്ന് കൊണ്ട് ഈ ആത്മാവ് എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഈ ശരീരത്തിനകത്തിരിക്കുന്ന സബ്റ്റിൽ സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, പ്രത്യേകിച്ച് മനസ്സ്, ഇൻ്റലിജൻസ് ആൻഡ് ഈഗോ, ഇത് മൂന്നും നമ്മൾ ഭഗവാന്റെ ചിന്തയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവാന്റെ അരികിലേക്ക് എത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല എന്ന് പറയാൻ കാരണം നമ്മൾ സുഖഭോഗികളായിട്ടിരിക്കുന്ന പലർക്കും ഇതിനോട് വിശ്വാസം കുറവായിരിക്കാം. അവർ അറിഞ്ഞും ചിലപ്പോൾ വീണ്ടും നമ്മൾ സുഖഭോഗങ്ങൾക്കായിട്ട് പുറകെ പോകുമ്പോഴാണ് തിരിച്ച് വീണ്ടും നമ്മൾ സ്വർഗ്ഗലോകത്തേക്ക് പോകാൻ സാധ്യത ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് നമുക്ക് നല്ല ഫലങ്ങളും ചീത്ത ഫലങ്ങളും വരുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ള എല്ലാവരുടെ കയ്യിലുള്ള ഒരു പ്രത്യേക ഒരു ഗുണമാണ് മറവി എന്നുള്ളത്. അപ്പോൾ ഈ മറവി ഉള്ളത് കൊണ്ടാണ് നമുക്ക് സത്യത്തിൽ പാപകർമ്മങ്ങൾ നമ്മൾ എന്തെല്ലാം ചെയ്തു എന്ന് നമ്മൾ മറന്നിരിക്കുന്നത്. അതേസമയത്ത് പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് പുണ്യകർമ്മങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് അത് കൂടുതൽ ഭോഗാന്വേഷികളെ പോലെ നമുക്ക് കൂടുതൽ അനുഭവിക്കണമെന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാണ്. പക്ഷേ പാപകർമ്മങ്ങളെ നമ്മളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ട്? എപ്പോഴെങ്കിലും ആരും ചിന്തിക്കാറില്ല. പൊതുവേ 99% ആൾക്കാരും പാപങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറന്നു ഉടനെ നമ്മൾ. ആ മറവി നമ്മൾ ഭഗവാൻ ധരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്നത്. പക്ഷേ ഭഗവാൻ മറക്കത്തില്ല, നമ്മൾ മറന്നാലും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഭഗവാൻ ആ മറവി തന്നതിലൂടെ നമുക്ക് വീണ്ടും ഒരു അവസരമാണ് തിരികെ തരുന്നത്. വീണ്ടും ഭഗവാന്റെ അരികിലേക്ക് പോകാനുള്ളൊരു അവസരം. ഭഗവാനെ മറക്കാതെ പാപകർമ്മങ്ങളെല്ലാം മറന്നുകൊണ്ട് നമ്മൾ പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെ ഭഗവാന്റെ നാമം മാത്രം ഉച്ചരിച്ചുകൊണ്ട് ഇരിക്കാനുള്ളൊരു അവസരമാണ് നമുക്ക് തരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരു പാപകർമ്മങ്ങൾ എന്തുകൊണ്ട് വരുന്നു, പുണ്യകർമ്മങ്ങൾ എന്തുകൊണ്ട് വരുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊന്നും തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വലിയൊരു ഡ്രമ്മ് നമ്മൾ എടുത്തിട്ട് നമ്മൾ വയലുകളിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ആദ്യം വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് ആ ഡ്രമ്മിലിടുകയാണെങ്കിൽ ആദ്യം കുറച്ച് നല്ല വിത്തുകൾ കിട്ടി. ആ വിത്തുകളെല്ലാം ആ ഡ്രമ്മിൽ കൊണ്ടിട്ടു. എന്നിട്ട് സമയത്ത് പിന്നെ വീണ്ടും ഒരു കൊയ്ത്ത് എന്ന സമയത്ത് അത് കിട്ടിയ വിതകളെല്ലാം തന്നെ നമുക്ക് കിട്ടിയതെല്ലാം മോശപ്പെട്ട വിളകൾ, അത് എന്നാലും ആ ഡ്രമ്മിലിട്ടു. അങ്ങനെ നല്ലതും ചീത്തയും നല്ലതും ചീത്തയായിട്ട് ഇങ്ങനെ അടുക്കടുക്കായിട്ട് നമ്മൾ ആ ഡ്രമ്മിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിതരണം പോകുന്ന സമയത്ത് എവിടെ നിന്ന് ഉള്ളതാണ് കിട്ടുക? അടിഭാഗത്ത്, ആ ഡ്രമ്മിൻ്റെ അടിഭാഗത്ത് ഏതാണ് ആദ്യം നമ്മൾ വിത്ത് ഇട്ടത് അതായിരിക്കും കിട്ടുക. അത് നല്ലതാണെങ്കിൽ ആദ്യം നമുക്ക് നല്ലത് കുറച്ച് വരും.
അതെല്ലാം കഴിയുന്ന സമയത്ത് വീണ്ടും അത് അവർ മോശപ്പെട്ടതായിരിക്കും വരിക, മോശപ്പെട്ട വിത്തുകളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. ആ ഡ്രമ്മിനകത്തുള്ള വിത്തുകൾ നമ്മൾ ഇട്ടിരിക്കുന്നത് മാറ്റിയെടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ലതും ചീത്തയുള്ളതും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും, അത് പോവുകയില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഒരു വിടുതലെ നമുക്ക് കിട്ടണമെങ്കിൽ, ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ നാമജപം മാത്രമേ ഉള്ളൂ എന്നുണ്ട്. ഹരേർനാമ നാമൈവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യത എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാതെ ഭക്തിയുത സേവനത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ മരണചക്രവാളത്തിൽ നിന്നും അതുപോലെ തന്നെ ജന്മമൃത്യു പരമ്പരയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് തരുന്നത്. അപ്പോൾ പ്രഭുപാദിനെതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. വേദാന്ത സൂത്രം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ജന്മാദ്യശ്ച യതഃ പൂർണ്ണജ്ഞാനം നേടിയിട്ടില്ലാത്ത അഥവാ എല്ലാറ്റിനും കാരണഭൂതനായ കൃഷ്ണനെ അറിയാത്തവർക്ക് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം പ്രാപിക്കുന്നതിൽ പരാജയമാണ് അനുഭവം എന്നാണ് പറയുന്നത്. ജന്മാദ്യസ്യ യതഃ. അപ്പോൾ നമുക്കറിയാം ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് നാം ശരീരമല്ല ആത്മാവാണ് എന്നുള്ളതാണ്. ഭാഗവതം അതുകൊണ്ട് തന്നെ തുടങ്ങുന്നത് എന്താണ്? ജന്മാദ്യസ്യ യതഃ എന്ന് പറഞ്ഞിട്ടാണ്. അത് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഭഗവാനാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ഭഗവാന്റെ ലീലകളും മറ്റുമെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഭഗവാനെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ജീവിതത്തിലേക്ക് കടക്കണം എന്നാണ് പറയുന്നത്. ആദ്യം നമ്മളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭഗവത്ഗീത മനസ്സിലാക്കി തരുന്നു. പിന്നീട് ഭാഗവതത്തിലെത്തുന്ന സമയത്ത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ആത്മാവും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി നമുക്ക് ഭാഗവതത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. പിന്നീട് ചരിതാമൃതത്തിലെത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിലുള്ള ഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക രഹസ്യങ്ങൾ അയച്ച് കൊണ്ടുള്ള നൃത്യങ്ങളും അല്ലെങ്കിൽ ഭജൻസും ഒക്കെ ആയിട്ട് നമ്മൾ വളരെ അടുത്ത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാറുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇവിടെ ഭഗവാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ജന്മാദ്യസ്യ യതഃ പൂർണ്ണജ്ഞാനം ഉണ്ടായിരിക്കണം. അത് പ്രത്യേകിച്ച് അതില്ലാത്തവർക്ക് പരമലക്ഷ്യം പ്രാപിക്കുന്നതിൽ പരാജയമാണ് അനുഭവം എന്നാണ് പറയുന്നത്. ഇനി ഉപരിലോകങ്ങളിലേക്കുള്ള പ്രയാണവും വീണ്ടും ഭൂലോകവാസവും അവർക്കൊരു പതിവായിത്തീരുന്നു. അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കാത്തവർക്കാണ് പ്രത്യേകിച്ച് ഈ ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്നത് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേറെ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ കയ്യിലുള്ള ഡോളർ തീരുന്ന സമയത്ത് വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈവൻ നമ്മൾ അതുകൊണ്ട് ഇനി അമേരിക്കയിൽ പോകുന്നവർ മറ്റു രാജ്യങ്ങളിൽ പോകുന്നവർക്ക് മാത്രമാണോ ബാധകം? അല്ല, ഇന്ത്യയിലുള്ളവർക്കും അത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ തന്നെയാണ്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ ആ രൂപയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ ചിലവഴിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ കർമ്മം ചെയ്യേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ പുണ്യകർമ്മങ്ങളെല്ലാം തീരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ ഒരു അംശമാണ് എന്ന് അറിയുന്നിടത്തോളം കാലം നമ്മൾ ഈ കർമ്മ പദ്ധതികളിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ. പിന്നെ താണും പൊങ്ങിയും കൊണ്ട് ഈ ചക്രത്തിരിച്ചൽ തുടർന്നു പോരും. താഴോട്ട് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ആത്മീയ ലോകത്തിലേക്ക് ഉയരുന്നതിന് പകരം മേലും കീഴുമായുള്ള ഗ്രഹവ്യൂഹങ്ങളിലൂടെ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുകയാണവർ. സച്ചിദാനന്ദ ആത്മകമായൊരു ശാശ്വത ജീവിതം അനുഭവിക്കാനും പിന്നീട് ഒരിക്കലും ക്ലേശപൂരിതമായ ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാതെ കഴിക്കാനും വേണ്ടി ആധ്യാത്മിക ലോകം തേടുകയാണ് ഏവരും ചെയ്യേണ്ടത്. അപ്പോൾ പ്രഭാതർ എന്നതിൻ്റെ പുറപ്പെട്ടിൽ ഭാവാർത്ഥത്തിൽ പറയുന്നത് ആക്ച്വലി നമുക്കപ്പോൾ വീണ്ടും വീണ്ടും ജനിച്ച് നമ്മളെ ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ പെടാതെ ഭഗവാനെ ശരണാഗതി പ്രാപിച്ച് ഭഗവാന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വരുന്നില്ല എന്ന് മനസ്സിലാക്കിയിടത്തോളം കാലം നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് തന്നെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിലൂടെയുള്ള പുരോഗതിയാണെങ്കിലും അതെല്ലാം തന്നെ വൃഥാവാണ് എന്നാണ് പറയുന്നത്. അതെല്ലാം തന്നെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്താത്തോളം കാലം നമുക്ക് ആധ്യാത്മിക ലോകം എന്ന് പറയുന്നത് വളരെ ദൂരത്തായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ 20ഉം 21ഉം ശ്ലോകത്തിൽ നമ്മൾ ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതായത് ഡെമിഗോഡ് വർഷിപ്പ് അല്ലെങ്കിൽ ദേവീദേവന്മാരുടെ വർഷിപ്പിനെ പറ്റി പറയുന്ന സമയത്ത് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേർക്ക് അനുഭവം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ദേവീദേവന്മാരെ വർഷിപ്പ് ചെയ്ത് ഈ ഹരേ കൃഷ്ണക്കാർ എപ്പോഴും കൃഷ്ണനെ മാത്രമാണല്ലോ വർഷിപ്പ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. പക്ഷേ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഇതാണ്. പിന്നെ എങ്ങനെ നമ്മൾ വീണ്ടും ദേവീദേവന്മാരെ പൂജിക്കുന്നതിനായിട്ട് പോകും? ഭഗവാൻ പറയുന്നത് അത്തരത്തിലുള്ള ജീവിതം അത്തരത്തിൽ പോകുന്നവർക്കെല്ലാം തന്നെ തിരിച്ച് വീണ്ടും ഭൂമിയിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തന്മാർക്ക് പക്ഷേ ഭൂമിയിലേക്ക് തിരിച്ച് വരണ്ട എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ വർഷിപ്പ് ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പ്രഭാതരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അനന്യ ചിന്ത എന്താമാം ഏ ജനാം പരിപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യകം. പക്ഷേ അതുപോലെ തന്നെ തെറ്റായ രീതിയിലും ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നവരുണ്ട്. ഇൻഡയറക്റ്റ്ലി ഇപ്പോൾ നമുക്ക് ദേവീദേവന്മാരെ പൂജിക്കുന്നത് കൊണ്ട് കൃഷ്ണനെ ഭജിക്കുന്നില്ല അല്ലെങ്കിൽ ഭജിക്കുന്നില്ല എന്നുള്ള അർത്ഥവും വരുന്നില്ല.
കാരണം അത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വർഷിപ്പാണ് എന്നാണ് ഭഗവാനും പറയുന്നത്. നിങ്ങൾ ഭജിച്ചോളൂ, പക്ഷേ അത് ആ ഭജിക്കുന്നതിലൂടെ എന്നെ നിങ്ങളെല്ലാവരും നേരിട്ടല്ല ഭജിക്കുന്നത്, പക്ഷേ ഇൻഡയറക്റ്റ്ലി ആണ് ഇൻഡയറക്റ്റ്ലി ആയിട്ടാണ് ഭജിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അവിധിപൂർവകം, യെസ്, ഇൻഡയറക്റ്റ്ലി യു ആർ വർഷിപ്പിംഗ് മീ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഭഗവാൻ പിന്നെ അപ്പോഴും നമ്മൾ ദേവീദേവൻ വർഷിപ്പ് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നില്ല. യെസ്, യുവർ വർഷിപ്പ് ഈസ് അക്സെപ്റ്റഡ്, ബട്ട് ടു മീ ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ്, അവിധിപൂർവകം എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ പറയുന്നത്, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഭഗവാൻ ഇങ്ങനെ കൂടെ പറയുന്നതെന്ന് വെച്ചാൽ, പിന്നെ അതിനടുത്ത സ്ഥലത്ത് പറയുന്നുണ്ട്, അതായത് എല്ലാം തന്നെ എന്നെ തൃപ്തിപ്പെടുത്തുന്നതിനായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ വർഷിപ്പും എല്ലാം തന്നെ, അതായത് ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സർവതം ഭോക്താനം ജ്ഞാത്വാമം ശാന്തിയും രിച്ചതി എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ വർഷിപ്പും, എല്ലാ ദേവീദേവന്മാരായിക്കോട്ടെ, എല്ലാ വർഷിപ്പ്, എല്ലാ ജീവജാലങ്ങളിലുള്ള വർഷിപ്പും എല്ലാം ആയിക്കോട്ടെ, അതെല്ലാം തന്നെ ഇൻഡയറക്റ്റ്ലി അവിധിപൂർവ്വമാണെങ്കിലും നേരിട്ട് വർഷിപ്പിക്കുകയാണെങ്കിൽ അതെല്ലാം എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ കൃഷ്ണനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയേണ്ടത്. പക്ഷേ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു, കൃഷ്ണനെ വർഷിപ്പ് ചെയ്യുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പല വിധത്തിലുള്ള വർഷിപ്പ് പല വഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പല മെത്തേഡിലൂടെയുള്ള കൃഷ്ണ വർഷിപ്പ് അത് ഭഗവാന്റെ അരികിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് ആ സ്ഥലത്തേക്ക് പോകാൻ മാത്രമേ അർഹതയുള്ളൂ എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ടിക്കറ്റ് ബാംഗ്ലൂർക്ക് എടുക്കുകയാണെങ്കിൽ, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പോകാൻ പറ്റുന്ന ബാംഗ്ലൂർക്ക് മാത്രമേ ആയിരിക്കുള്ളൂ, ഡൽഹിക്ക് പോകാൻ പറ്റില്ല. അത് പറയാറുണ്ട് പല തവണയായിട്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ വർഷിപ്പ് ഏത് ദേവീദേവന്മാരെയാണോ, ഭഗവാനെയാണോ, ദേവിമാരെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷനും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഹരേ കൃഷ്ണ. തേ ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി ഏവം ത്രയീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമ ലഭന്തി. ഇതാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ അടുത്ത ഭുവനാലോക പുനരാവർത്തനം അർജുന. അതെ, അതും അത് തന്നെ, ബ്രഹ്മലോകം വരെ പോകാം, പക്ഷെ തിരിച്ച് പിന്നെ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ്. പുനരാവർത്തനം അർജുന എന്ന് പറയുന്നുണ്ടല്ലോ.